ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതും സെൻസിറ്റീവുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ഏതൊക്കെ രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾക്കൊപ്പം നിൽക്കും? അതിനു മുമ്പ് ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധങ്ങൾ നടന്നപ്പോൾ ലോകരാജ്യങ്ങൾ ആർക്കൊപ്പമാണ് നിന്നത്? ആദ്യം നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഇന്ത്യ-പാകിസ്ഥാൻ തമ്മിൽ ഇതിനു മുമ്പ് അനേകം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ആ യുദ്ധങ്ങളിൽ ലോകരാജ്യങ്ങൾ ആർക്കൊപ്പമാണ് നിന്നത്? 1947 ബ്രിട്ടീഷ് ഇന്ത്യ വിഭജനത്തോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളായി രൂപം കൊണ്ടത്. ഈ വിഭജനത്തിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ 4 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. 1947 മുതൽ 1948 വരെ, 1965, 1971, 1999. 1947 കാശ്മീർ യുദ്ധം പാകിസ്ഥാൻ ആരംഭിച്ചു. കാശ്മീർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ പരാതി ഉന്നയിച്ചു. പക്ഷേ ഈ യുദ്ധത്തിൽ ലോകരാജ്യങ്ങൾ വലിയ രീതിയിൽ ഇടപെട്ടില്ല. ബ്രിട്ടനും അമേരിക്കയും നയതന്ത്രമായി ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തു. കാരണം ഇവർ ഇന്ത്യയെ ഒരു ജനാധിപത്യ രാജ്യമായി കണ്ടു. 1965 യുദ്ധത്തിൽ പാകിസ്ഥാൻ വീണ്ടും കാശ്മീർ പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചു. ഈ യുദ്ധത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും നയതന്ത്രപരമായി ഇടപെട്ടു. സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ പിന്തുണച്ചു. അതേസമയം അമേരിക്ക പാകിസ്ഥാന് സൈനിക സഹായങ്ങൾ നൽകി. കാരണം പാകിസ്ഥാൻ അമേരിക്കയുടെ സഖ്യകക്ഷിയായിരുന്നു. 1975 യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഏറ്റവും വലുതായിരുന്നു. ഈ യുദ്ധം ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ളതായിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശിനെ ശക്തമായി പിന്തുണച്ചു. സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് ആയുധങ്ങളും നയതന്ത്രമായ പിന്തുണയും നൽകി. അതേസമയം അമേരിക്കൻ സൈന്യം പാകിസ്ഥാനെ പിന്തുണച്ചു. അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് ക്ലിന്റൺ പാകിസ്ഥാന് സൈനിക സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ശക്തമായ സൈനിക നീക്കങ്ങൾ കാരണം പാകിസ്ഥാൻ പരാജയപ്പെട്ടു. 1999 കാർഗിൽ യുദ്ധം. ഇതൊരു ചെറിയ യുദ്ധമായിരുന്നു, പക്ഷേ ഇത് ലോകശ്രദ്ധ ആകർഷിച്ചു. പാകിസ്ഥാനിൽ പിന്തുണച്ചിരുന്ന ഗോത്രവർഗക്കാരും സൈനികരും കാർഗിൽ മേഖല പിടിച്ചെടുക്കാൻ നുഴഞ്ഞുകയറി. ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. ഈ യുദ്ധത്തിൽ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയെ പിന്തുണച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പാകിസ്ഥാനോട് സൈനികരെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. ചൈന പാകിസ്ഥാനെ പിന്തുണച്ചെങ്കിലും വലിയ ഇടപെടലുകൾ ഒഴിവാക്കി. ചരിത്രം ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ അവരുടെ ഭൗമരാഷ്ട്രീയ താൽപ്പര്യങ്ങൾ അനുസരിച്ചാണ്. 1971 അമേരിക്ക പാകിസ്ഥാനെ പിന്തുണച്ചപ്പോൾ 1999 അവർ ഇന്ത്യയെ പിന്തുണച്ചു. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ് സ്ഥിതി? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വലിയ യുദ്ധമുണ്ടായാൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇന്നത്തെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ, സൈനിക സഖ്യങ്ങൾ, രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും. നമുക്ക് ഓരോ പ്രധാന രാജ്യങ്ങളുടെയും സാധ്യതകൾ പരിശോധിക്കാം. 1. അമേരിക്ക. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇന്ന് ശക്തമായ നയതന്ത്ര, സൈനിക, സാമ്പത്തിക ബന്ധമുണ്ട്. കോഡ് പോലുള്ള സഖ്യങ്ങൾ ഇന്ത്യ ഒരു പ്രധാന പങ്കാളിയാണ്. 2025 കാശ്മീർ ആക്രമണത്തിന് ശേഷം അമേരിക്ക ഇന്ത്യയെ പിന്തുണച്ച് പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്ക ഇന്ത്യയെ നയതന്ത്രപരമായി പിന്തുണയ്ക്കും. ആവശ്യമാണെങ്കിൽ ആയുധങ്ങളും സഹായങ്ങളും നൽകാൻ സാധ്യതയുണ്ട്. 2. റഷ്യ. ഇന്ത്യയുടെ ദീർഘകാല സഖ്യകക്ഷിയാണ്. ഇന്ത്യയുടെ ഭൂരിഭാഗം ആയുധങ്ങളും റഷ്യയിൽ നിന്നാണ്. എന്നാൽ റഷ്യയും യുക്രൈനുമായുള്ള യുദ്ധവും ചൈനയുമായുള്ള അടുപ്പവും ഈ സാധ്യത ചോദ്യചിഹ്നമാണ്. എങ്കിലും റഷ്യ ഇന്ത്യയെ പിന്തുണയ്ക്കുവാൻ സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് നയതന്ത്ര തലത്തിൽ. 3. ഇസ്രായേൽ. ഇന്ത്യ-ഇസ്രായേൽ ബന്ധം കഴിഞ്ഞ ദശകങ്ങളിൽ വളരെ ശക്തമാണ്. ഇസ്രായേൽ ഇന്ത്യക്ക് ഡ്രോണുകൾ, മിസൈലുകൾ, ആന്റി ടെററിസം സാങ്കേതികവിദ്യകൾ നൽകുന്നു. ഒരു യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ ഇന്ത്യയെ സൈനികമായും നയതന്ത്രമായും പിന്തുണയ്ക്കും. 4. ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി. ഈ രാജ്യങ്ങൾ കോഡ്, G7 പോലെയുള്ള സംഘങ്ങളിൽ ഇന്ത്യയുടെ പങ്കാളികളാണ്. ഫ്രാൻസ് ഇന്ത്യക്ക് റാഫേൽ യുദ്ധവിമാനങ്ങൾ നൽകുന്നു. ഒരു യുദ്ധമുണ്ടായി ഈ രാജ്യങ്ങൾ ഇന്ത്യയെ നയതന്ത്രമായി പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. UAE, സൗദി അറേബ്യ. മിഡിൽ ഈസ്റ്റിലെ UAEയും സൗദി അറേബ്യയും ഇന്ത്യയുമായി ശക്തമായ സാമ്പത്തിക ബന്ധം പുലർത്തുന്നു. എന്നാൽ ഈ രാജ്യങ്ങൾ ഒരു യുദ്ധമുണ്ടായാൽ ന്യൂട്രലടിച്ച് നിൽക്കുവാനാണ് സാധ്യത. കാരണം അവർ പാകിസ്ഥാനുമായും നല്ല ബന്ധം നിലനിർത്തുന്നു. ഇനി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി ചൈന. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ് ചൈന. ചൈന പാകിസ്ഥാൻ കോറിഡോർ പോലെയുള്ള പദ്ധതികൾ ഇരു രാജ്യങ്ങളെ അടുപ്പിക്കുന്നു. ചൈന പാകിസ്ഥാനിൽ ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകുന്നു.
ഒരു യുദ്ധമുണ്ടായാൽ ചൈന പാകിസ്ഥാനെ ശക്തമായി പിന്തുണയ്ക്കും. പക്ഷേ നേരിട്ടായിരിക്കില്ല. സൈനിക ഇടപെടലുകൾ ഒഴിവാക്കുവാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി തുർക്കി. തുർക്കി പാകിസ്ഥാനുമായി ശക്തമായ സൈനിക സാംസ്കാരിക ബന്ധം പുലർത്തുന്നു. തുർക്കി പാകിസ്ഥാന് ഡ്രോണുകളും മറ്റായുധങ്ങളും നൽകുന്നു. യുദ്ധമുണ്ടായാൽ തുർക്കി പാകിസ്ഥാനെ നയതന്ത്രമായി പിന്തുണയ്ക്കുവാൻ സാധ്യത കൂടുതലാണ്. 3. ഇറാൻ മലേഷ്യ. ഇറാനും മലേഷ്യയും പാകിസ്ഥാനുമായി നല്ല ബന്ധം പുലർത്തുന്നു. പക്ഷേ ഒരു യുദ്ധമുണ്ടായ അവർ ന്യൂട്രലടിച്ച് നിൽക്കുവാനാണ് സാധ്യത കൂടുതൽ. ഇറാൻ ഇന്ത്യയുമായി നല്ല ബന്ധം നിലനിർത്തുന്നുണ്ട്. അവർ വലിയ ഇടപെടലുകൾ ഒഴിവാക്കും. ഇനി ഏതൊക്കെ രാജ്യങ്ങൾ നിഷ്പക്ഷമായി നിൽക്കും? റഷ്യ, സൗദി അറേബ്യ. ഈ രാജ്യങ്ങൾ ഇന്ത്യയുമായും പാകിസ്ഥാനുമായും നല്ല ബന്ധം നിലനിർത്തുന്നുണ്ട്. ഒരു യുദ്ധമുണ്ടായ ഇവർ ന്യൂട്രലടിച്ച് നിൽക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. 2. ഐക്യരാഷ്ട്രസഭ. UN ഒരു യുദ്ധത്തിൽ നേരിട്ടിടപെടാറില്ല. പക്ഷേ ശാന്തിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കും. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്ക് അമേരിക്ക, റഷ്യ, ഇസ്രായേൽ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണ ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ്. അതേസമയം പാകിസ്ഥാന് ചൈന, തുർക്കി എന്നിവരുടെ സപ്പോർട്ട് ഉറപ്പാണ്. എന്നാൽ ഒരു ആഗോള യുദ്ധത്തിൽ കാര്യങ്ങൾ വഷളായാൽ ഈ സഖ്യങ്ങൾ എങ്ങനെയാണ് മാറുന്നതെന്ന് പറയാൻ സാധിക്കില്ല. ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ ലോകരാജ്യങ്ങൾ അവരുടെ ഭൗമരാഷ്ട്രീയ താൽപ്പര്യങ്ങൾ അനുസരിച്ചാണ് പിന്തുണ നൽകിയിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, യുദ്ധം ഒരിക്കലും ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്നില്ല. ഇന്ത്യയും പാകിസ്ഥാനും ആണവശക്തികളാണ്. ഒരു യുദ്ധം ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കും. ലക്ഷക്കണക്കിന് ജീവനുകൾ നഷ്ടമാകും. 2025 കാശ്മീർ ആക്രമണത്തിന് ശേഷം രണ്ട് രാജ്യങ്ങളും നയതന്ത്ര ചർച്ചകൾ നടത്തുന്നുണ്ട്. യുദ്ധത്തിന് പകരം ശാന്തിയാണ് നമുക്ക് ആവശ്യം. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് സമാധാനത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം. ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് ഒരു ശാന്തമായ ഭാവിക്ക് വേണ്ടി ശ്രമിക്കണം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുവാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.